അനധികൃത നിയമനങ്ങൾക്ക് കുടപിടിച്ച് വീണ്ടും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. രാജ്യത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നും വിദൂര വിദ്യാഭ്യാസത്തിൽ ബിരുദം പൂർത്തിയാക്കിയവർക്ക് UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരം ഉണ്ടാകില്ലെന്ന ഉത്തരവ് പൂഴ്ത്തിവെച്ചു. നിയമം കർശനമാക്കി ഉത്തരവിറങ്ങിയെങ്കിലും വെബ്സൈറ്റിൽ ഉൾപ്പെടുത്താതെ PSCയുടെ വിദ്യാർത്ഥി വഞ്ചന, അനധികൃത ബിരുദത്തിലൂടെ സർവീസിൽ കയറിയ ഇടത് സംഘടനകൾപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമെന്നും ആക്ഷേപം. വിവരാവകാശ രേഖ ജനം TVക്ക് ജനം ബ്രേക്കിംഗ്. രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള വിദൂര വിദ്യാഭ്യാസ ബിരുദങ്ങളുടെ അംഗീകാരം സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് നടപ്പിലാക്കാതെ PSC പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. PSC നിയമനങ്ങളിൽ UGC നിയമം കർശനമാക്കിയ ഉത്തരവുകളാണ് ഇത്. കഴിഞ്ഞ 3 മാസക്കാലമായി ഇതേ നടപടി PSC തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2025 സെപ്റ്റംബർ 25-നാണ് PSC ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. 2015 മുതൽ രാജ്യത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസ ബിരുദം പൂർത്തിയായവർക്ക് UGCയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരം ഉണ്ടാകില്ല എന്നതായിരുന്നു ഉത്തരവ്. ഭാരതിദാസൻ, പെരിയാർ, മദ്രാസ്, അണ്ണാമലൈ, മധുരൈ കാമരാജ്, അളഗപ്പ അടക്കമുള്ള സർവകലാശാലകളിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസം പൂർത്തിയായവർക്ക് ഉത്തരവ് ബാധകമാവുകയും ചെയ്യും. ഈ നിർണായക നിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവ് ഇതുവരെ PSC ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഒരുപറ്റം വിദ്യാർത്ഥികളുടെ ആരോപണം. ഉത്തരവ് പരസ്യപ്പെടുത്തി നടപ്പിലാക്കിയാൽ ഈ സർവകലാശാലകളിൽ നിന്ന് ബിരുദമെടുത്ത് സർവീസിൽ കയറിയവർക്കും ഇത് ബാധകമാകും. CPM അനുഭാവികളായ നിരവധി പേർക്ക് ഇത്തരത്തിൽ അനധികൃത നിയമനവും സ്ഥാനക്കയറ്റവും ലഭിച്ചതായ വിവരങ്ങളുണ്ട്. ഇവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതം വഴിയാധാരമാക്കി ഉത്തരവ് പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.